ആയോ ആ നിലവിളക്കണി നിലവിളക്ക് ഇടുന്ന കത്തിച്ചു വെച്ചോ അല്ലേ? എങ്ങനെ നിലവിളക്ക് കത്തിക്കണം, എങ്ങനെ നിലവിളക്ക് തുടയ്ക്കണം എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ തിരി തെറുക്കാൻ പോലും പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചു തന്നിട്ടില്ലേ നമ്മുടെ മൂമ്മ നമുക്ക് ഇല്ലേ? ആ തിരിയിട്ട് കത്തിച്ചിട്ട് വിളക്കിന് ചുറ്റിരുന്ന് നാമം ചൊല്ലിക്കും. അവിടെ ജാതി മതവും രാഷ്ട്രീയവും ഇല്ലാന്നേ. ആ വിളക്കിന് മുന്നിൽ നിന്നാണ് നമ്മുടെ സംസ്കാരം തുടങ്ങണേ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നമ്മൾ അറിയാണ്ട് ചവിട്ടി, നമ്മൾ എന്താ ചെയ്യാ? തിരിച്ചു തല്ലൂ? തൊട്ട് നിറയിലോ? ഇതാരാ നമ്മളെ പഠിപ്പിച്ചേ? അമ്മയും അമ്മൂമ്മയും. ഇവര് ആരാ പഠിപ്പിച്ചിട്ടുണ്ടാവുക? അവര് ഇങ്ങനെ. അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗ്യേ ഇല്ലേ? ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാല് ഒരു ഗർഭിണിയായ സ്ത്രീനെ കണ്ടാലോ അല്ലെങ്കിൽ മുതിർന്ന ഒരാളെ കണ്ടാലോ ഇരിക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ ചാടി എഴുന്നേറ്റ് സീറ്റ് കൊടുക്കും. ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? അപൂർവം ആളുകളേ ഉള്ളൂ. പുതിയ തലമുറയിലെ പിള്ളേരുകൾ ചെയ്യണ കണ്ടിട്ടുണ്ടോ? എല്ലാവരും മോശമാക്കി പറയുന്നതല്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാലേ അത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറ്റം പറയല്ല കേട്ടോ. കാര്യം എന്താണെന്നറിയോ? അതിനൊക്കെ ആളുകൾ നമ്മൾ തന്നെയാ ഇല്ലേ? പഴയ കാലത്തെ ഒരു തറവാട്ടിൽ കയറി മുത്തശ്ശി ഉണ്ടെങ്കിൽ നിറവയറുമായിട്ടൊരു അമ്മ നിൽക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ. വയ്യാണ്ട് ഈ അമ്മ കയ്യും കൊടുത്ത് ഇലയിൽ കയ്യും താങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മുത്തശ്ശി കണ്ടാ പറയും, നീ വെറുതെ ഇരിക്കില്ലടി, അമ്മയമ്മയിട്ട് അരിക്കി, അല്ലെങ്കിൽ ഒരലിട്ട് അടിക്കി, അല്ലെങ്കിൽ ചൂലെടുത്ത് കുഞ്ഞൊന്ന് മുറ്റൊന്ന് അടിക്കി. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ശിവപ്രസാദ് സുഖപ്രസാദ് എന്ന് പറയാം. ശിവപ്രസാദ് അല്ല, ഒരു പല്ലിന്റെ ഒരു പ്രശ്നമുള്ള ഒരു കൈയടി കൊടുത്ത് അമ്മയ്ക്ക് ഒരു കൈയടി കൊടുത്ത് നന്നാണ് ഒരു ചെറിയൊരു മിഠായി ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചേക്കണേ ഇല്ലേ? ആയാസം കിട്ടും. പക്ഷെ അത് മാത്രല്ല, 6-ാം മാസം വയറിന്റെ ഉള്ളിൽ കിടന്ന് കുട്ടിക്ക് കാതുകൾ മുളയ്ക്കും, അമ്മയുടെ വയറ്റിൽ ചവിട്ടാൻ തുടങ്ങും, ചുറ്റുമുള്ള ശബ്ദത്തെ കേൾക്കാൻ തുടങ്ങും അല്ലേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ അരയ്ക്കുമ്പോ ഈ നിറവേറുമാട്ടി അമ്മ വന്ന് നിൽക്കുമ്പോ, അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഒരു തൊട്ടിൽ കിടക്കണ കിടക്കുന്നുണ്ടാവും. ഞാൻ അരയ്ക്കട്ടെ, അമ്മയും വിട്ട് അരയ്ക്കട്ടെ, കൂടെ കൈയടിക്കൂ. ഇന്നലെ അന്തിക്കൂ അമ്മ തന്നുമരയ്ക്കൂ ചക്കര തുണ്ടിൻ മധുരമില്ലേ, എൻ കുഞ്ഞൂറങ്ങിക്കോൾ, എൻ കുഞ്ഞൂറങ്ങിക്കോൾ, എൻ കുഞ്ഞൂറങ്ങിക്കോൾ എന്റെ തങ്കം. ഇതിനൊക്കെ ഒരു താളമില്ലേ? ഉള്ളി കിടക്കുന്ന കുട്ടി തൊട്ടിൽ കിടന്ന് ആടുന്ന പോലെ ആടുന്ന പറയാ. ഇനി എന്റെ ഒരു ചോദ്യം എന്താ, ഇനി എത്ര വീട്ടില് ഒരലുണ്ട്? ഒരലുള്ള വീട്ടുകാരൊന്ന് കൈ പൊക്കാവോ? ഒരലുണ്ടോ? ഇടിക്കാറുണ്ടോ ഒരലും വിട്ട്? ഇല്ല. എങ്ങനെയാ ഒരലിട്ട് ഇടിക്കുക? ഒന്ന് കാണിച്ചേ. കെട്ടിയവൻ ഇടിക്കുന്നതല്ല, ഒരലിട്ട് അതിനൊരു താളമുണ്ട് അല്ലേ? ഞാൻ ഇടിക്കാൻ പോണെ കൂടെ കൈയടിച്ചോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പണിയാണോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലുകുത്തലാണോ? നെല്ലുകുത്തൽ എങ്ങനടി മോതിര കുറത്തി, നെല്ലുകുത്തൽ ഇങ്ങനെ പിന്നിങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു ജോലിയാണല്ലോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലുകുത്തലാണല്ലോ. നെല്ലുകുത്തലെങ്ങിനേടി മോതിര കൂറത്തി, നെല്ലുകുത്തലിങ്ങനെ പിന്നിങ്ങനെ 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 ഇങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ. ഇതിനൊക്കെ ഒരു താളല്ലേ? അമ്മയ്ക്കൊരു കയ്യിൽ കൊടുത്ത് ഈ മിഠായി കൊടുത്തിട്ട് ഇതിനൊക്കെ ഒരു താളുണ്ടെന്നേ. ഒരു കാലഘട്ടത്തിന്റെ താളാണത്. എത്ര പുതിയ കുട്ടികൾക്ക് ഈ പാട്ട് അറിയാൻ പറ്റുമോ? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ താളങ്ങള്. അമ്മിയില്ല എന്തിനാന്ന് വെച്ച് പറയില്ല എന്ന് പറഞ്ഞ കുട്ടികള് പിന്നെ ഒരലിന്റെ കാര്യം ചോദിക്കണോ? വീട് പണിയുമ്പോൾ ഒരലൊക്കെ മേടിച്ചിടും അലങ്കാര ഭംഗിക്ക് വേണ്ടി അല്ലേ? ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്. അത് മോശമെന്നല്ല കേട്ടോ ഞാൻ പറയണേ. ഇതിനൊക്കെ ഒരു താളമുണ്ട്. കാരണം അന്ന് ടെക്നോളജി ഇല്ല. ടെക്നോളജി ഇത് ചെയ്തേ പറ്റൂ. ഇന്ന് ടെക്നോളജി വളർന്നേ. അമ്മയ്ക്ക് പകരം മിക്സി വെക്കും ഇല്ലേ? ഒരലിന്റെ പകരം വേറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നു. മലയാളിക്ക് മടിയും കൂടി ഇല്ലേ? ഉള്ളി കിടക്കുന്ന കുട്ടിക്ക് താളം കൊടുക്കാൻ. എന്റെ ചോദ്യത്തിന്റെ പ്രസക്തി ഇപ്പോഴാണ്. എത്ര വീട്ടിൽ മുത്തശ്ശിമാരുണ്ട്? 6-ാം മാസം ഇപ്പോഴും കുട്ടികൾക്ക് കാത് മുളയ്ക്കും. ഇപ്പോഴും മുളയ്ക്കില്ല ഈ കലികാലത്തില്. എത്ര വീട്ടിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിമാരുണ്ട്? മുത്തശ്ശിമാരെ കാണണമെങ്കിൽ അവർക്ക് പ്രത്യേക സദനങ്ങളുണ്ട്, അവിടെ പോയി കാണണം അല്ലേ? എത്ര അമ്മമാര് അമ്മയും ആരൊക്കെയുണ്ട് ഒരലിട്ട് ഇടിക്കണ്ട് ഉണ്ടോ? അടുക്കളയിൽ ചെല്ലും ആദ്യം തന്നെ കേൾക്കണ ശബ്ദം ഉള്ളി കിടക്കുന്ന കുട്ടി കാതോർക്ക ഇന്ന് എന്താണോ കിട്ടാൻ പോണേ. ആദ്യം കേൾക്കണ ശബ്ദം മിക്സിയുടെ താളം. മൊബൈല് വന്ന ഞാൻ